നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ്, സന്തോഷ ജീവിതത്തിന് വേണ്ടിയാണ്. അതിനാണ് അല്ലാഹു ജീവിത പങ്കാളിയെ തന്നെ. പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്ന് പോയതാണ് സമാധാനം, അല്ലെങ്കിൽ 6ാമത്തെ മാസം പോയതാണ്, 4ാമത്തെ മാസം വരെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒരു കുഞ്ഞാകുന്നവരെ കുഴപ്പമില്ല, അല്ലെങ്കിൽ 1 കൊല്ലം 2 കൊല്ലം പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ തുടങ്ങി കലഹങ്ങൾ, അടിപിടികൾ, പ്രശ്നങ്ങൾ, തീരാത്തത്ര പിണക്കങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലായ്മ, വഞ്ചനകൾ, കാപട്യങ്ങൾ, ഒരു പരിഗണനയും വാല്യൂ കൊടുക്കായ്മ, ഇങ്ങനെ പറ്റിപ്പ് നേടുകയും മനസ്സ് തകർന്നു പോവുകയും ജീവിതം ഇരുണ്ടു പോവുകയും ചെയ്യേണ്ടവരല്ല. ലിതസ്കുനൂ ഇലൈഹാ, മനസ്സമാധാനത്തിനാണ്. എന്തിനാണ് ജീവിത പങ്കാളി? സമാധാനത്തിനാണ്. സമാധാനം ഇല്ലെങ്കിൽ അത് അള്ളയും റസൂലും പറഞ്ഞെടുത്ത് ഫാൾട്ട് പറ്റിയിട്ടുണ്ട് എന്ന അർത്ഥം. വേറെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അള്ളാനെ കൂട്ടുപിടിക്കല്ലാതെ ഒരു ഓപ്ഷനും ഇല്ല. 2,40,00,000 രൂപ ചെലവാക്കി കല്യാണം കഴിഞ്ഞു. ഉസ്താദേ, കുറഞ്ഞ ദിവസം കൊണ്ട് അടിപിടിയായി, കല്യാണം ഡിവോഴ്സായി പോയി. ഈ ആഴ്ച പ്രഭാഷണ നഗരിയിൽ വയല് കഴിഞ്ഞിട്ടൊരു വാപ്പ എന്നോട് പറഞ്ഞതാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പൈസ പോയത് കുഴപ്പമില്ല, സ്വർണത്തിൻ്റെ കാര്യമല്ല കേട്ടോ. അദ്ദേഹം എന്നോട് പറയാണ്, 2.4 കോടി രൂപ ഞാൻ ചെലവാക്കിയത് ആ കല്യാണമെന്ന മാമാങ്കത്തിന്. അത്രയധികം ഫണ്ട് ചെലവാക്കിയിട്ടാണ് ഭക്ഷണവും 3-4 ദിവസത്തെ കല്യാണം. മൂപ്പരെന്നോട് പറഞ്ഞു, എന്തോ അരിക്കുത്ത് എന്ന് പറഞ്ഞ എന്തോ ഒരു പരിപാടി ഉണ്ട്, അത് വാപ്പയും ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാനും ആദ്യമായിട്ട് കേൾക്കുകയാണ്, എന്താ ഈ സംഭവം? അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതിനു വേണ്ടി മാത്രം, ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ 50,000 രൂപയുടെ മേലെ ചിലവാക്കിയിട്ടുണ്ട്, ഡ്രസ്സും മറ്റൊക്കെ വേറെ. ഞാൻ ചോദിച്ചു, എന്താണ് ഈ അരിക്കുത്ത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്ത് കാണിച്ചു തന്നു. ഒരു ഒരലിൽ ഇങ്ങനെ കുത്തുന്നുണ്ട് ഒരു വല്യമ്മ. നോക്കുമ്പോൾ വല്യമ്മ അല്ല പോലും, മൂപ്പരെ മോളാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വല്യമ്മ അല്ല, വല്യമ്മൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മോളിങ്ങനെ ഒരലിങ്ങനെ കുത്തുന്നുണ്ട്, ഇങ്ങനെ ഒരു പണ്ടേത്തെ പാട്ടൊക്കെ പാടുന്നുണ്ട്, കുറേ ആൾക്കാർ പോകുന്നുണ്ട്. അതിൻ്റെ മേക്ക് ഓവർ പ്ലസ് അതിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി, വീഡിയോഗ്രാഫിക്ക് വേണ്ടി മാത്രം 50,000, 50,000 ചിലവാക്കി. അപ്പോൾ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയാണ്. ഇങ്ങനെ അടിമുടിയിൽ എല്ലാ തരത്തിലുള്ള ആഘോഷം നടത്തിയിട്ടാണ് കല്യാണം കഴിഞ്ഞത്. പക്ഷേ 1 മാസത്തിൻ്റെ താഴെ കൂടെ നിന്നിട്ടുള്ളൂ, അടിപിടിയായി തിരിച്ച് വീട്ടിലെത്തിയും. കണ്ണൂർ ജില്ലയല്ല, കണ്ണൂർ ജില്ലയുടെ പുറത്തുള്ള ഒരു കല്യാണമാണ്. സുബ്ഹാനല്ലാഹ്, ഈ വീക്കെന്നോട് പറഞ്ഞ വേദനയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അള്ളാനെയും റസൂലിനെയും കൂട്ടുപിടിക്കാതെ ഒന്നും കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടുന്ന ആണും പെണ്ണും വിചാരിക്കേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെ ഖൽബ് കൊണ്ട് ചിന്തിച്ചു തുടങ്ങി അവിടെ തീർന്ന ജീവിതം. അങ്ങനത്തെ ചിന്ത പോലും പാടില്ല എന്നാണ്. സ്വന്തം ഭർത്താവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അവിടെ അവസാനിച്ചു. അള്ളാഹുവിൻ്റെ പിടുത്തവും സ്നേഹവും കൺട്രോളും അവിടെ അവസാനിച്ചു. എന്ന് വെച്ചാൽ അള്ളാഹു തരുന്നൊരു വല്ലാത്ത ഇഷ്ടമുണ്ട് പരസ്പരം, അത് അള്ളാഹു എടുത്തു കളയും. പിന്നെയാണ് ഈ ആടി ഉലയുന്ന തോണി പോലെ ഇങ്ങനെ കരകിട്ടാതെ അലയുന്നൊരവസ്ഥയായി മാറും. അങ്ങനെ ഒന്നുമല്ല ജീവിതം വേണ്ടത്. പ്രശ്നങ്ങളും അടിപിടിയൊന്നും എല്ലായിടത്തും ഉണ്ടാവും, എല്ലാ വീട്ടിലും ഉണ്ടാവും. അവിടെ ആണും പെണ്ണും മനസ്സിലാക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് നഷ്ടപ്പെടാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത്. 2 കുട്ടികളെ അനാഥയാക്കി ഇന്നലെ കണ്ടൊരുത്തൻ്റെ കൂടെ ഒളിച്ചുകൂടിയും. സുബ്ഹാനല്ലാഹ്, ഒളിച്ചോട്ട കഥയിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. അങ്ങനത്തെ ന്യൂസുകൾ നമ്മുടെ നാടുകളിൽ വ്യാപകമായി വളർന്ന് അല്ലെങ്കിൽ പന്തലിക്കുന്നു, അത് വ്യാപകമാകുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ ഒരു ഇഷ്ടവും പ്രണയമൊക്കെ ഒരു കുട്ടിക്കളിയാക്കി അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു തമാശക്കളിയാക്കി മാറ്റുന്നത്? ഇത് അല്ലാഹു വളരെ ഗൗരവത്തോടു കൂടി തന്നൊരു സാധനമാണ്. وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُم مِّنْ أَنفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُم مَّوَدَّةً وَرَحْمَةً. എന്തിനാണ് അല്ലാഹു കുടുംബജീവിതം തന്നത്? ഇണയെ അല്ലാഹു സൃഷ്ടിച്ചത് അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ, സമാധാനം കിട്ടാനാണ്. ഭർത്താവ് കാരണം ഭാര്യക്ക് സമാധാനം കിട്ടണം. ഇത് കൊടുക്കാൻ കഴിയാത്തോല് പെണ്ണ് കെട്ടി ഒരു പെൺകുട്ടിന്റെ ജീവിതം കളയരുത് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി. മനിസ്തതാഅ മിൻകുമുൽ ബാഅത, എല്ലാവരും പോയി പെണ്ണ് കെട്ടിയിട്ട് പെണ്ണുങ്ങളെ ജീവിതം ഇല്ലാണ്ടാക്കി എന്നല്ല. മനിസ്തതാഅ മിൻകുമുൽ ബാഅത,
നിങ്ങളിൽ കഴിവുള്ളവരാണ്. ഏത് തരത്തിലും സ്വന്തം ഇണക്ക് സമാധാനം കൊടുക്കാനുള്ള കഴിവ് വേണം. അല്ലാത്ത ആളുകൾ ആ പണിക്ക് നിൽക്കാൻ പോകരുത് എന്നാണ് ആര് പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സമാധാനം കൊടുക്കുക എന്നുള്ളതാണ് ആണും പെണ്ണും മനസ്സിലാക്കേണ്ടത്. കുടുംബജീവിതത്തിന്റെ ഒന്നാമത്തെ ഒരു പ്രാധാന്യത സമാധാനം കൊടുക്കണം, തൊയ്രം കൊടുക്കണം, സ്വൈരം കൊടുക്കണം. സ്വൈരം കണ്ണൂർ ഭാഷയിൽ സ്വൈരം കൊടുക്കണം. അല്ലാതെ 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലമൊക്കെ ഗൾഫിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച് വരുന്ന പുരുഷന്മാരോട് നിങ്ങൾ എന്താപ്പം എനിക്ക് ചെയ്തു തന്നത്, നിങ്ങളെ കൊണ്ട് എന്താപ്പം എനിക്ക് കിട്ടിയത്, നിങ്ങളൊരു മൊയന്തനാണ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും തെറ്റായ തീരുമാനം നിങ്ങളെ പുതിയാപ്പിളയായി സ്വീകരിച്ചതാണ്. ഈ ഡയലോഗൊന്നും പറയാൻ പാടില്ല സ്വന്തം ഭർത്താവിനോട്. അയാൾ ആ മനുഷ്യൻ ജീവിതം മൊത്തം ഇങ്ങക്കാ തന്നത്. രാവിലെ തൊട്ട് വെയിലാണെങ്കിലും മഴയാണെങ്കിലും പണിക്ക് പോവാൻ അല്ലേ? വാർപ്പ് പണി ചെയ്യുന്നവർ, ഓട്ടോ ഓടിക്കുന്നവർ, ബസ്സിൽ വർക്ക് ചെയ്യുന്നവർ, കൃഷി ചെയ്യുന്നവർ, നാടും വീടും ഉമ്മയും വാപ്പയും മക്കളെയും എല്ലാവരെയും വിട്ട് അങ്ങ് മരുഭൂമിയിൽ പോയി കഷ്ടപ്പെടുന്നതൊക്കെ ചില്ലറ കാര്യമാണോ? നമ്മൾ AC റൂമിൽ അല്ലെങ്കിൽ വീട്ടിൽ മനോഹരമായി ജീവിക്കുമ്പോൾ ഭർത്താവ് വളരെ കഷ്ടപ്പെടുന്നു, അങ്ങനെ വീട് വെച്ചു തരുന്നു, എല്ലാ അർത്ഥത്തിലും കൂടെ നിന്നിട്ട് നിങ്ങളെ കൊണ്ട് എന്താ ഉണ്ടായത് എന്നുള്ള നന്ദി കേടൊക്കെ പറയുകയാണെങ്കിൽ ഒരു ആണിനും സമാധാനം കിട്ടൂല. അപ്പൊ ഭാര്യ ഭർത്തൃബന്ധത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം സലീവാഫിയല്ല, അല്ല പറഞ്ഞത് പരസ്പര സമാധാനമാണ്. അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ പണിക്ക് നിൽക്കാവൂ. അല്ലെങ്കിൽ ഒരു പുരുഷന്റെ ജീവിതം അല്ലാണ്ടാക്കണ്ട, ഒരു ഭാര്യന്റെ ജീവിതം അല്ലാണ്ടാക്കണ്ട. അള്ളാന്റെ പരലോകത്ത് നിസ്കാരത്തായ്മ മാത്രമുണ്ട് രക്ഷപ്പെടൂന്ന് വിചാരിക്കണ്ട. രാവിലെ രാത്രി ഞാൻ കുറെ ദിക്റ് ചൊല്ലിയിട്ടുണ്ട് റബ്ബേ. മജ്ലിസുൻ നൂറിന്റെ സദസ്സിൽ ഞാൻ ഫസ്റ്റിലാണ്, ഒന്നാമത്തെ റോയിൽ വന്നിരിക്കുന്നവളാണ്. പക്ഷേ സ്വന്തം ഭർത്താവിനോട് നന്ദികേട് പറയുന്നവളാണോ? സുബ്ഹാനല്ലാഹ്, നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയാണ്. നിസ്കാരത്തൈമുണ്ട്, സുബീന്റെ മുമ്പ് പള്ളിയിൽ പോകുന്നു, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ധാരാളം സ്വലാത്തും ദിക്റും ചൊല്ലുന്നുണ്ട്, ഒക്കെ നല്ലതാണ്. പക്ഷേ വിവാഹം മഹർ ചാർത്തിയൊരു ഭാര്യനെ പരിഗണിക്കാതെ അവരെ വേദനിപ്പിക്കുന്ന പുരുഷനാണോ നാളെ പരലോകത്ത് രക്ഷപ്പെടൂല. അങ്ങനെയാണ് ദീനാണ് ഞാൻ ഈ പറയുന്നത്. ഖബറും പരലോകവും മാത്രല്ല വാള്. അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഇവിടെ നന്നായി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ കൂലി കിട്ടുക നിസ്കാരം നോമ്പ് മാത്രമല്ല, അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അള്ളയും റസൂലും പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പാലിച്ചേ മതിയാകൂ. അപ്പൊ കുടുംബജീവിതത്തിന്റെ ഒന്നാമത്തെ ഉദ്ദേശം, കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തിന്റെ ഒന്നാമത്തെ വിഷയം അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് സമാധാനം കിട്ടണം. ഇനി ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്ന് മനസ്സുകൊണ്ട് ആലോചിക്കുക, സമാധാനം ഇല്ലല്ലോ റബ്ബേ. ഉത്തരം അള്ളാഹുവിനെ കൂട്ടുപിടിച്ചിട്ടില്ല. എവിടെയോ അള്ളാഹിനെ കൈവിട്ടിട്ടുണ്ട്,